വെൽക്കം ടു UK എഡ്യൂസോൺ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി BBA 5ാം സെമസ്റ്ററിലെ പേപ്പറായ ഇൻഫോർമാറ്റിക്സ് ഫോർ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. ഈ പേപ്പറിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ്. പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയയാണ് നമ്മളിന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനലിലൂടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാ ദിവസവും ചാനലിലൂടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ട് എങ്കിൽ അത് കൊമേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഇവിടെ കുറച്ച് ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പേപ്പറിനകത്തുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. അതിൽ ഒന്നാമത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പലപ്പോഴും എക്സാമിനൊക്കെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കാണുന്ന ഒരു ഭാഗമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള പ്രത്യേകമായിട്ടുള്ള മൊഡ്യൂൾ തന്നെയുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആദ്യം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷനകത്തുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ സർവീസ് അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ചാനൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഉപയോഗിക്കുന്നത്. പ്രൊഡക്ട്സ് ആവാം, അല്ലെങ്കിൽ ബ്രാൻഡ് ആവാം, അല്ലെങ്കിൽ എന്താവാം, സർവീസ് ആവാം. പ്രൊഡക്റ്റ്, ബ്രാൻഡ്, സർവീസ് ഇവ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു? യൂസ് ഓഫ് ഡിജിറ്റൽ ചാനൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഓരോന്നും എന്താണ് എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൽ സോഷ്യൽ മീഡിയ ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ എന്താണ് ഇമെയിൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊമോട്ട്സ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് രീതിയാണ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് 3 രീതിയിനകത്താണ് ഇതിൻ്റെ മീഡിയ എന്നുള്ളത്. അപ്പോൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്കത് പഠിക്കാവുന്നതാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തെയാണ് ഓൺഡ് മീഡിയ എന്നുള്ളത്. ഓൺഡ് മീഡിയ. രണ്ടാമത്തത് ഏൺഡ് മീഡിയ. ദെൻ തേർഡ് വൺ പെയ്ഡ് മീഡിയ. ഓക്കെ, ഇങ്ങനെയാണിത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എക്സാമൊക്കെ ചോദിച്ചാൽ ഇത് 3ഉം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഓൺഡ് മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാം നിങ്ങൾ കേട്ടും പരിചയമുള്ളതും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാത്തിനും ഉള്ളത്. ഓൺഡ് മീഡിയ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റുകൾ എല്ലാം വരുന്ന എന്താണ്? ഓൺഡ് മീഡിയ. വെബ്സൈറ്റുകൾ ഓൺഡ് മീഡിയ ആണ്. ബ്ലോഗ് എന്നുള്ളത് ഓൺഡ് മീഡിയ ആണ്. ന്യൂസ് ലെറ്റർ എന്നുള്ളതാണ് ഓൺഡ് മീഡിയ ആണ്. ഇനി ഏൺഡ് മീഡിയ എന്ന് പറയുമ്പം അതിനകത്ത് സോഷ്യൽ മീഡിയ വരും. സോഷ്യൽ മീഡിയ നമുക്ക് അറിയുന്നതാണ് സോഷ്യൽ മീഡിയാസ്. പിന്നെ വരുന്നതാണ് ഓൺലൈൻ ഡയറക്ടറീസ് എന്നുള്ളത്. ദെൻ റിവ്യൂ വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ളതാണ് റിവ്യൂ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ റിവ്യൂ വെബ്സൈറ്റുകൾ. ദെൻ പെയ്ഡ് മീഡിയനകത്ത് വരുന്ന ടെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് വരും, ടെക്സ്റ്റ് ആഡ് വരും. ദെൻ ഡിസ്പ്ലേ ആഡുകൾ വരും. ദെൻ സെർച്ച് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഇത്രയാണ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിൻ്റെ ഭാഗത്തിനകത്ത് വരുന്നത്. ആദ്യം ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓൺഡ് മീഡിയ, ഏൺഡ് മീഡിയ, പെയ്ഡ് മീഡിയ, അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ള കാര്യം ആദ്യം നോക്കാം. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ വരുന്നതാണത് ഓൺഡ് മീഡിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്കറിയുന്ന സംഭവങ്ങൾ തന്നെയാണ്. അറിയാത്ത ഒരു കാര്യം ഇതിനകത്തില്ല. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാം വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് വെബ്സൈറ്റുകൾ എന്നുള്ളത്. ഓക്കെ, വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ പേജുകൾ അല്ലെങ്കിൽ വെബ് പേജിൻ്റെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഡിജിറ്റൽ പേജസ് എന്ന് പറയാം, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വെബ് പേജസ് എന്ന് പറയാം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് നമ്മൾക്ക് അക്സസിബിൾ ആവുന്നത് ഇതിലൂടെയാണ്. ഒന്നുകിൽ യുണീക്ക് ഡൊമൈൻ നെയിം ഉണ്ടാവും, വെബ്സൈറ്റിനകത്ത് യുണീക്കായിട്ടുള്ള ഡൊമൈൻ നെയിം ഉണ്ടാവും, അല്ലെങ്കിൽ URL എന്ന് പറയും. URL എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ്
റിസോഴ്സ് ലൊക്കേറ്റർ, അതാണ് URL എന്നുള്ളത്. അപ്പോൾ അതാണ് വെബ്സൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓൺ ഡിമാൻഡിനകത്ത് വരുന്നതാണ്. പിന്നെ ഓൺ ഡിമാൻഡിനകത്ത് വരുന്ന രണ്ടാമത്തെയാണ് ബ്ലോഗ് എന്നുള്ള. ബ്ലോഗ് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ബ്ലോഗ് ഉണ്ടാവാം. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ് ഓൺലൈൻ ജേർണൽ എന്ന് വേണം നമുക്ക് പറയാം. ടൈപ്പ് ഓഫ് ഓൺലൈൻ ജേർണൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിൽ ഡിസ്പ്ലേ വെബ്സൈറ്റ് പോലെ തന്നെ നമുക്കത് ഇൻഫോർമേഷൻ നമ്മുടെ ഐഡിയാസും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഇതാണത് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ. ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഫോർമേഷണൽ വെബ്സൈറ്റ് എന്നും പറയാം. ഇൻഫോർമേഷണൽ വെബ്സൈറ്റ് ആണ് ഇത് ബ്ലോഗ് എന്ന് പറയാം. ഡിസ്പ്ലേ ആർട്ടിക്കിൾസൊക്കെ ഡിസ്പ്ലേ ആർട്ടിക്കിൾസാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ബ്ലോഗിനകത്ത് കാണിക്കുന്നത്. പല ബ്ലോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ബ്ലോഗ് എഴുതുന്നതും അതുപോലെ തന്നെ ബ്ലോഗ് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പല ആൾക്കാർക്കും ബ്ലോഗ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു മെയിൽ ഐഡിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലോഗ് എന്നുള്ളത്. ഓക്കെ, അതിനകത്ത് എന്താണ് ഇമേജ് അല്ല ആർട്ടിക്കിൾസാണ് മെയിനായിട്ട് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അതിനകത്ത് വരുന്ന ന്യൂസ് ലെറ്റർ എന്നുള്ളത്. ന്യൂസ് ലെറ്റർ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ന്യൂസസ് ആൻഡ് അപ്ഡേറ്റ്സ് ഓൺ സ്പെസിഫിക് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രത്യേകമായ ഭാഗം അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, റെഗുലറായിട്ടുള്ള എന്താണ് അപ്ഡേറ്റ്സുകൾ, ന്യൂസ്, ഇൻഫോർമേഷൻ ഇതിനൊക്കെയാണ് ഇത് വിളിക്കുന്നത് ന്യൂസ് ലെറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോന്നും എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എന്തുപോലെ ഓൺ ദി മീഡിയനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്തത് ഏൺഡ് മീഡിയ എന്നുള്ളത്. ഏൺഡ് മീഡിയനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഏൺഡ് മീഡിയ നെക്സ്റ്റ് വരുന്നതാണ് ഏൺഡ് മീഡിയ. ആ ഏൺഡ് മീഡിയനകത്ത് വരുന്നതാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോഷ്യൽ മീഡിയ എന്ന് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ എന്താണ് അറിയുന്നതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ട്വിറ്റർ, യൂട്യൂബ് എല്ലാം എന്താണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ് എന്താ ഉദ്ദേശിക്കുന്നത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുക, പിന്നീട് എന്ത് ചെയ്യുക, ഇൻ്ററാക്ട് ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഇൻ്ററാക്ട് ചെയ്യുക. എന്താണ് കണ്ടൻറ്റ്, ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും കണ്ടൻറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മളിതിനകത്തൊക്കെ പഠിക്കുന്നത്. ഇതിനകത്താണ് ഡിജിറ്റൽ മാർക്കറ്റിനകത്താണ് പഠിക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് സോഷ്യൽ മീഡിയ വഴി ചെയ്യാമെന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓൺലൈൻ ഡയറക്ടറീസ് എന്നുള്ളത്. ഓൺലൈൻ ഡയറക്ടറീസ് എന്നുള്ളത് ഇതിനകത്ത് വരുന്നതാണ്, ഏൺഡ് മീഡിയനകത്ത് വരുന്നതാണ്. ഓൺലൈൻ ഡയറക്ടറീസിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഓൺലൈൻ ഡയറക്ടറീസിനകത്ത് കുറച്ച് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. എന്താണിത്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. ഓൺലൈൻ ഡയറക്ടറീസും എന്താണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇൻഫോർമേഷൻസ് ആണ് പ്രൊവൈഡ് ഇൻഫോർമേഷൻസ് ആണ് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ റിവ്യൂ വെബ്സൈറ്റിനകത്ത് തന്നെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് ഡയറക്ടറീസ് ഉണ്ടാവും. ബിസിനസ്സിൻ്റെമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് ബിസിനസ് ഡയറക്ടറീസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് വെബ്സൈറ്റ് ഡയറക്ടറീസ് ഉണ്ടാവും. അതുപോലെ തന്നെ സോഷ്യൽ ഡയറക്ടറീസ് ഉണ്ട്, റിവ്യൂ ഡയറക്ടറീസ് ഉണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഈ ഓൺലൈൻ ഡയറക്ടറീസിൻ്റെ അകത്ത് വരുന്നതാണ്. ഇതിനകത്ത് ലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ദ വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒക്കെയാണ് ഇതിനകത്ത് വരിക. ഓൺലൈൻ ഡയറക്ടറീസിനകത്ത് വരിക. ഡിജിറ്റൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തന്നെയാണ് എന്ത് ഓൺലൈൻ ഡയറക്ടറീസ് എന്നല്ല. ദെൻ നെക്സ്റ്റ് റിവ്യൂ വെബ്സൈറ്റ്. അതായത് യൂസേഴ്സിന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിനകത്തുള്ള വെബ്സൈറ്റുകളാണ് റിവ്യൂ വെബ്സൈറ്റുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതെന്താണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്.
ഇവിടെ യൂസേഴ്സിന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. യൂസേഴ്സിന് അവരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പോൾ എന്തായിരിക്കും, അത് ഒപ്പീനിയൻ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ റേറ്റിംഗ് കൊടുക്കില്ല നമ്മൾ. ഇപ്പം നമുക്ക് സാധാരണ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് അതിന് നമ്മളത് റേറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ റിവ്യൂ പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒപ്പീനിയൻ നമ്മൾ അതിനകത്ത് താഴെ നമ്മൾ ചെയ്യാറില്ല. അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. റിവ്യൂ, റേറ്റിങ്സ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള റേറ്റിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോൺ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നതാണ്, അതും ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നതാണ്. പിന്നെ വേറെ എക്സാമ്പിൾ കൂടിയുണ്ട്, ബെസ്റ്റ് ബൈ എന്നുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടും എക്സാമ്പിൾസ് അറിയുന്നുണ്ടാവും. ബെസ്റ്റ് ബൈ, അതുപോലെ തന്നെ ട്രിപ്പ് അഡ്വൈസർ, ഇതിലൊക്കെ നമുക്ക് അഡ്വൈസർ, പിന്നെ യെൽപ്പ്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസായിട്ട് വരുന്നതാണ്. റിവ്യൂ വെബ്സൈറ്റ്സിൻ്റെ എക്സാമ്പിൾസായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഏൺഡ് മീഡിയനകത്ത് വരുന്ന കാര്യങ്ങൾ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെല്ലാം പറയാൻ വേണ്ടി പറ്റില്ല. കുറേ ടോപ്പിക്കുകൾ ഒന്നിച്ച് ഒറ്റ ക്ലാസ്സിനകത്ത് പറയാമെന്ന് വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പെയ്ഡ് മീഡിയ എന്നുള്ളത്. ഓക്കെ, പെയ്ഡ് മീഡിയനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് ടെക്സ്റ്റ് ആഡുകളാണ്. ടെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ടെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബേസ് ഒരു നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബേസിലുള്ള ആഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എന്താണ്, ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. ഇവിടുത്തെ ആഡുകൾ എന്താണ്, ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. ടെക്സ്റ്റ് ബേസ്ഡ് മെസ്സേജസ് ആയിരിക്കാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ സർവീസുമായിട്ട് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആഡുകളാണ് ഇതിന് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, ബ്രാൻഡ് ആവാം, അങ്ങനെയുള്ളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആഡുകളാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ അടുത്തത് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ഡിസ്പ്ലേ ആഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, ഡിസ്പ്ലേ ആഡിനകത്ത് എന്തുണ്ടാവും, വിഷ്വൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ആയിരിക്കില്ല, എന്താണ് ഇമേജസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, അങ്ങനെയുള്ള വിഷ്വൽ എലമെൻറ്റ്സ് വരുന്ന ആഡുകളാണെന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേ ആഡുകൾ എന്നുള്ള. ഇമേജ്, വീഡിയോ, ഗ്രാഫിക്സ് ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇമേജ് വരും, അതുപോലെ തന്നെ വീഡിയോ, ഗ്രാഫിക്സ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഡിസ്പ്ലേ ആഡിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് വരുന്നതാണ് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ടാണ് ടെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റും ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റും എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഈ ഓരോന്നിനും ഓൺഡ് മീഡിയം, പെയ്ഡ് മീഡിയം, ഏൺഡ് മീഡിയം എല്ലാം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, വളരെ കുറച്ചെണ്ണം മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് വരുന്ന കാര്യം. ഇനി നമുക്ക് മറ്റൊരു ഭാഗം നമുക്ക് നോക്കാം. നമുക്ക് വേറൊരു ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു ഭാഗം. ഡിജിറ്റൽ സെക്യൂരിറ്റി. ഇതിൻ്റെ മൊഡ്യൂളിനകത്ത് വരുന്ന തന്നെ മൊഡ്യൂളിനകത്തൊരു കണ്ടൻറ്റ് തന്നെയാണ് എന്താ, ഡിജിറ്റൽ സെക്യൂരിറ്റി എന്നല്ല. ഇതിനകത്ത് നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഡിജിറ്റൽ സെക്യൂരിറ്റി ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിനകത്ത് വരുന്ന ഡിജിറ്റൽ സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിയുന്നതും പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത്തേതാണ് CCTV എന്നുള്ള. CCTV നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എന്താണ് CCTV എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷനാണെന്ത് CCTV, ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ യൂസേഴ്സിൻ്റെ എന്ത് ക്യാമറ വഴി ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണെന്ത് CCTV എന്ന് പറഞ്ഞാൽ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിഗ്നൽ വഴി ഒരു സെറ്റ് ഓഫ് മോണിറ്റേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ സിഗ്നൽസ് പാസ് ചെയ്യുന്നു. അതാണ് CCTV, ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നുള്ള. ഓക്കെ, ഇതെന്താണ് ഡിജിറ്റൽ സെക്യൂരിറ്റിനകത്ത് വരുന്ന ഒരു ഇതാണ് CCTV എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്മാർട്ട് കാർഡുകൾ എന്ന് പറഞ്ഞാൽ. സ്മാർട്ട് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, പോർട്ടബിൾ ഡിവൈസാണ്. ഇതിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് അത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാറ്റ എന്ത് ചെയ്യുന്നു, ആവശ്യാനുസരണം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ, സ്മാർട്ട് കാർഡുകൾ ഇതിനകത്ത് ചിലപ്പോൾ ഓതൻറ്റിക്കേഷൻ അത് ഐഡൻറ്റിക്കേഷനും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവും. അത് പോർട്ടബിൾ ഡിവൈസ് ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. ഡിജിറ്റൽ സെക്യൂരിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഭാഗം എന്നുള്ളത്. ഇനി മൂന്നാമത്തെയാണ് ആക്സസ് കൺട്രോൾ എന്നുള്ളത്.
മെക്കാനിസംസ്, അതുപോലെ തന്നെ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഇവയൊക്കെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് വെർച്വൽ റിസോഴ്സ് സിസ്റ്റംസ് വഴി നമുക്ക് ഇന്ന് റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് അസസ് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെക്കാനിസംസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് വിളിക്കുന്നത് അസസ് കൺട്രോൾ എന്ന്. നമ്മൾ ഡിജിറ്റൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ട വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന മറ്റൊരു ഭാഗമാണത് അസസ് കൺട്രോൾ എന്നത്. ഡീറ്റെയിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, നോട്ട്സിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, അപ്പം തന്നെ ഇതൊന്ന് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് ബയോമെട്രിക് പാസ്പോർട്ട് എന്നാണ്. ബയോമെട്രിക് സെക്യൂരിറ്റിയാണ്. ആ ബയോമെട്രിക് സെക്യൂരിറ്റിനകത്ത് വരുന്നതാണ് ബയോമെട്രിക് പാസ്പോർട്ടും തന്നെയാണ് ഈ പാസ്പോർട്ട് എന്നും പറയുന്നത്. ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബയോമെട്രിക് പാസ്പോർട്ടാണ്. ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് ആണ്. ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ട്രാവൽ ഡോക്യുമെൻറ്റ് വിച്ച് ഇൻകോർപ്പറേറ്റ്, എക്സാമിന് എഴുതുമ്പം ട്രാവൽ ഡോക്യുമെൻറ്റ് ഇൻകോർപ്പറേറ്റ്സ് ബയോമെട്രിക് ടെക്നോളജി. ബയോമെട്രിക് ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ട്രാവൽ ഡോക്യുമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഈ പാസ്പോർട്ട് അല്ലെങ്കിൽ ബയോമെട്രിക് പാസ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹോൾഡറിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബയോമെട്രിക് ടെക്നോളജി ഉൾപ്പെട്ടിട്ടുള്ള ട്രാവൽ ഡോക്യുമെൻ്റ് ആണെന്ത് ബയോമെട്രിക് പാസ്പോർട്ട് എന്നുള്ളത്. ഇവിടെ ഹോൾഡറിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോൾഡറിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നത് ബയോമെട്രിക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെരിഫൈ ചെയ്യുന്നത്. അത് ചിലപ്പം എന്തായിരിക്കാം? ഫേസ് റെക്കഗ്നേഷൻ ചിലപ്പോൾ ആയിരിക്കാം, ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഫിംഗർ റെക്കഗ്നേഷൻ ആയിരിക്കാം, വിരലടയാളം വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഐറിസ് ഉദ്ദേശിക്കുന്ന കണ്ണ് എന്താണ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? ഡോക്യുമെൻറ്റിനകത്തുള്ള ഇൻഫോർമേഷൻസ് മനസ്സിലാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രാവൽ ഡോക്യുമെൻറ്റിനകത്ത് അതിലകത്ത് ബയോമെട്രിക് ടെക്നോളജിനകത്ത് ഐറിസ് റെക്കഗ്നേഷൻ ചിലപ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ വോയിസ് റെക്കഗ്നേഷൻ ആയിരിക്കാം. അങ്ങനെ എന്താണ് ഏതെങ്കിലും ഒന്നായിരിക്കാം പ്രധാനമായിട്ടും ഇത് ബയോമെട്രിക് പാസ്പോർട്ടിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാകും. ഇതെന്താണ് ഡിജിറ്റൽ സെക്യൂരിറ്റീസിനകത്ത് വരുന്ന ഒരു 4 ഭാഗമാണ്. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുള്ള അതും കൂടി ഒന്ന് വായിച്ച് നോക്കാം, ഒപ്പം തന്നെ ഇതും കൂടി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് സൈബർ അഡിക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ എന്നുള്ളത്. അതായത് അധികമായിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് എക്സസ് യൂസ് ഓഫ് ദ ഡിജിറ്റൽ ഡിവൈസ്, ചില ഫോണാവാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവാം, അങ്ങനെ ഡിജിറ്റൽ സിസ്റ്റംസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഡിവൈസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് ഫിസിക്കലായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഐ സ്ട്രെയിൻ, ഹെഡ് ഏക്ക്, ബാക്ക് പെയിൻ, ഒബിസിറ്റി ആണ് അധികമായിട്ട് തടി വരാൻ സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ നെറ്റിൽ അഡിക്റ്റായി പോകുമ്പോൾ മെൻ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മെൻ്റലായിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഡിപ്രഷൻ വരാം, ആങ്സൈറ്റി, സ്ട്രെസ്സ്, ലോൺലിനെസ്, അത് ഒറ്റക്കനെ ഇരിക്കാനുള്ളൊരു പ്രവണത, അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സോഷ്യലായിട്ട് ഐസൊലേഷൻസ്, അതായത് ഒരു മാറി നിൽക്കുന്ന ഒറ്റപ്പെടുന്നൊരു അവസ്ഥ, പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട്. സൈബർ അഡിക്ഷൻ എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇത്രയും പോയിൻറ്റ്സ് അതിനകത്ത് വരുന്നത്. ഇനി അതിനകത്ത് കുറച്ചും കൂടി പറയാനുണ്ട്. ഒരു 4 ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. സിമ്പിളാണത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊളാബറേറ്റ് ചെയ്യുന്നു നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയ ഫോളോയിങ്സ് ഉള്ള ആളായിരിക്കും. ആരാ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം വ്യക്തികളാവാം, ചിലപ്പം തന്നെ ഓർഗനൈസേഷൻസ് ആവാം, പീപ്പിളാവാം, ഓർഗനൈസേഷൻസിനാവാം. അവരെന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് CRM എന്നുള്ള
CR എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്, അനലൈസ് ആൻഡ് അനലൈസ് ഇൻറ്ററാക്ഷൻ വിത്ത് കസ്റ്റമർ. കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് അത് മാനേജ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക. അത് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും വിലപ്പെട്ട ആൾക്കാരാണ് കസ്റ്റമേഴ്സ്. അപ്പോൾ അവരുടെ ഇൻറ്ററാക്ഷൻസ് മാനേജ് ചെയ്യും, അനലൈസും ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അതുവഴി എന്താണ്, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കും. കസ്റ്റമേഴ്സിൻ്റെ റിറ്റൻഷൻ അവരെന്ത് ചെയ്യുന്നു അതിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടി സഹായിക്കും. അതുവഴി എന്താണ് സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ, ഡിസിഷൻ മേക്കിങ്ങിനകത്ത് സഹായിക്കും. കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. മാനേജ്, അനലൈസ് ഇൻറ്ററാക്ഷൻ വിത്ത് കസ്റ്റമർ. കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻറ്ററാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത്. സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ SEM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് എന്നാൽ പ്ലേസിംഗ് ആഡ്സ് ഓൺ സെർച്ച് എൻജിൻ റിസൾട്ട്സ് പേജ്. സെർച്ച് എൻജിൻ റിസൾട്ട്സ് പേജിനകത്ത് ആഡ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതായത് എക്സാമ്പിൾ നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ആഡെല്ലാം ആണ് ഇത് വരുന്നതാണ്, സെർച്ച് അഡ്വർടൈസ്മെൻറ്റ്സിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ആഡുകൾ എന്താണ്, സെർച്ച് അഡ്വർടൈസ്മെൻറ്റിനകത്ത് വരുന്നതാണ്. പ്ലേസിംഗ് ആഡ്സ് ഓൺ സെർച്ച് എൻജിൻ റിസൾട്ട് പേജിനകത്ത് ആഡ് പ്ലേസ് ചെയ്യുന്നതിന് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ആയിരിക്കാം, സർവീസുമായിട്ട് ബ്രാൻഡുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആഡുകൾ പ്ലേസ് ചെയ്യുന്നതാണ് സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൂടാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ വരുന്നതിന് വേണ്ടി, വെബ്സൈറ്റ് ട്രാഫിക്, ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റിലേക്ക് ആൾക്കാർ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സഹായിക്കുന്നു. കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡാണ് സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓൺ ദി മീഡിയ ആണ്. ഓൺ ദി മീഡിയ എന്നുള്ള ഓൺ ദി മീഡിയ, എൻഡ് മീഡിയ, പേഡ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പറഞ്ഞാണ്. ഇപ്പം എന്താണ് ഓൺ ദി മീഡിയ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, കൺട്രോൾ ആൻഡ് ഓൺഡ് ബൈ കമ്പനി, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ എന്താണ് കമ്പനികൾ, ഓർഗനൈസേഷനിൽ അവരുടെ കൺട്രോൾ ചെയ്യും, ഓൺ ചെയ്തിട്ടുള്ള മീഡിയകൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് അറിയുന്നതാണെന്ത്, വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, ന്യൂസ് ലെറ്ററുകൾ, ഇതൊക്കെ എന്താണ് ഓൺ ദി മീഡിയൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. നമ്മുടെ ബ്രാൻഡിൻ്റെ അവയർനെസ്, ഇത് നമുക്ക് എല്ലാത്തിനും ഏകദേശം കോമൺ ആയിട്ടുള്ള കുറേ സെറ്റ് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. എല്ലാ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്തൊക്കെ എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മുടെ ബ്രാൻഡ് അവയർനെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നീട് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നീട് അതുവഴി നമ്മൾ ഓർഗനൈസേഷനകത്ത് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കസ്റ്റമർ എൻഗേജ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ സെറ്റ് കോമൺ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക, എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണത്. ബ്രാൻഡ് അവയർനെസ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി നമ്മുടെ മീഡിയ വഴി നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അവരൊക്കെ എപ്പോഴും നമ്മളെ എൻഗേജ് ചെയ്തുകൊണ്ട് നിർത്താൻ വേണ്ടി സഹായിക്കുന്നു. ഡാറ്റ ഓണർഷിപ്പ് ആൻഡ് കൺട്രോളൊക്കെ ഇതിനകത്തുണ്ട്, ഓൺ ദി മീഡിയനകത്ത് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗം നോക്കാം. നെക്സ്റ്റ് ആണ് ഓൺലൈൻ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എന്നുള്ളത്. നമുക്കിത് കാണുന്നതെന്ന് വിചാരിക്കുന്നത് ലൈറ്റിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്, ഒന്ന് ക്ലാരിറ്റി കൂട്ടിയിട്ടൊന്ന് കണ്ടു നോക്കാം. ഓൺലൈൻ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എന്നുള്ളത്, ഇവിടെ ഓൺലൈൻ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഡിജിറ്റൽ ചാനൽ വഴിയുള്ള റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് ഓൺലൈൻ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഓൺലൈൻ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നത് വഴി കമ്പനിയുടെ സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻ്ററാക്ഷൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും റിട്ടൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു. കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള നല്ല ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻ്ററാക്ഷൻസ്, എൻഗേജ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ആയിട്ടുള്ളതാണ് ഓൺലൈൻ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇനി PIS, അതായത് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റം എന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാം ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണത്. നമുക്ക് അറിയുന്ന സംഭവമാണ്. കാരണം ഗൂഗിൾ പേ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. സെക്യൂർ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ബിറ്റ്വീൻ മർച്ചൻ്റ് ആൻഡ് കസ്റ്റമേഴ്സും മർച്ചൻറ്റും തമ്മിലുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണത് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ സ്ഥിരം ഉപയോഗിക്കുന്ന
ഫോൺ പേ പോലുള്ളത്, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ജി പേ, ആപ്പിൾ പേ, പേപാൽ, സ്ട്രൈപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റമാണ്. എഫിഷ്യൻ്റായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചിലപ്പോൾ എന്താണ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ ആയിരിക്കാം. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ആ ഒരു ഭാഗം മാത്രമേ ഇതിനകത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് വെബ് 2.0 എന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണിത്. വെബ് 2.0 എന്നുള്ള സെക്കൻഡ് ജനറേഷൻ വേൾഡ് വൈഡ് വെബാണ്. അതായത് സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ചേഞ്ച് ഫ്രം സ്റ്റാറ്റിക് വെബ് പേജ് ടു ഡൈനാമിക് കണ്ടന്റ്. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള വെബ് പേജ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് പേജിൽ നിന്ന് ഒരു വളരെ ഡൈനാമിക് കണ്ടന്റ് ഉള്ള വെബ് പേജിന് ഇതിലേക്കുള്ള ഒരു മാറ്റം, അതാണ് സെക്കൻഡ് ജനറേഷൻ വേൾഡ് വൈഡ് വെബാണത് വെബ് 2.0 എന്ന് പറഞ്ഞാൽ. അതായത് റിച്ച് മീഡിയ ഉള്ള, മൾട്ടിമീഡിയ ഉള്ള, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉള്ള, യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഉള്ള, മൊബൈൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൊളാബറേഷൻ ഒക്കെ, ഇൻക്രീസ്ഡ് കൊളാബറേഷൻ ഉള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് കണ്ടന്റ് ഉള്ള വെബ് പേജ് കണ്ടന്റ് ഉള്ളതിനെയാണ് ഒരു വേൾഡ് വൈഡ് വെബിനെയാണ് എന്ത് വിളിക്കുന്നത്? സെക്കൻഡ് ജനറേഷൻ. ഇത്രയും നമുക്ക് ചിന്തിക്കണ്ടു. സെക്കൻഡ് ജനറേഷൻ വേൾഡ് വൈഡ് വെബാണ് എന്ന് പറഞ്ഞാൽ വെബ് 2.0 എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള, കുറച്ച് ഡൈനാമിക് ആയിട്ടുള്ള, സ്റ്റാർട്ടിംഗ് വെബ് പേജിൽ നിന്ന് കുറച്ച് ഡൈനാമിക് ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വേൾഡ് വൈഡ് വെബാണത് വെബ് 2.0 എന്നുള്ളത്. ഓക്കെ, ഇതിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് GDS എന്നുള്ളത്. ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് GDS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇത് എനേബിൾ ചെയ്യുന്നത്. ബുക്ക് ചെയ്യാം, ട്രാവൽ ആക്സസ് ആൻഡ് ബുക്ക്, ട്രാവൽ റിലേറ്റഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ട്രാവൽ ഏജൻസീസ്, ടൂർ ഓപ്പറേറ്റർ, മറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഫഷൻസാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിൽ ഈ GDS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. GDS എന്ന് പറഞ്ഞാൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള അക്സസ് ചെയ്യും, ബുക്ക് ചെയ്യും ചെയ്യുന്ന ഇതൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സാണ് ഇത്. അബാക്കസ്, ട്രാവൽ സ്കൈ, ട്രാവൽ പോർട്ട് തുടങ്ങിയ ഇവരൊക്കെയാണിത് പ്രൊവൈഡ് ചെയ്യുന്നത്. എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിങ്ങിനകത്തുള്ള പ്രൊഡക്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അക്യുറസി കൂട്ടുന്നതിന് സഹായിക്കുന്നു. എക്സ്പാൻഡ് പ്രൊഡക്റ്റ് ഓഫറിങ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. ബെറ്റർ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എന്നുള്ള സഹായിക്കുന്നു. ഇത് GDS വഴി, ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി. അടുത്ത ഒരു 5 ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻ്റ് ആണ്. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, ഓൺലൈൻ പ്രസൻസ്, അതുപോലെ തന്നെ ഓൺലൈൻ റെപ്യൂട്ടേഷൻസ് മോണിറ്റർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഓൺലൈൻ പ്രസൻസ് എന്ത് ചെയ്യുന്നത്? മോണിറ്റർ ചെയ്യുന്നതാണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ. പ്രസൻസ് അല്ലെങ്കിൽ എന്താണ്? റെപ്യൂട്ടേഷൻ മാനേജ് ചെയ്യുന്നതാണ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് അതെന്താണ്? ഇങ്ങനെ ചെയ്യുന്നത് വഴി സോഷ്യൽ മീഡിയ പ്രസൻസ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ഫീഡ്ബാക്കുകൾ ഒരു പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് OTA എന്നുള്ളത്, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാവൽ ഏജൻസീസ്. ഓൺലൈൻ ട്രാവൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ബുക്ക് റിലേറ്റഡ് സർവീസാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിനകത്ത് ഫ്ലൈറ്റ്, അതുപോലെ തന്നെ ഹോട്ടൽസിൻ്റെ ബുക്കിംഗ്, പിന്നെ കാർ റെൻ്റൽസ്, ഇതൊക്കെ എന്താണ്? OTA-നകത്ത് വരുന്നതാണ്. എല്ലാം എന്താണ്? ഓൺലൈൻ വഴിയാണ്. വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്താണ്? വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം വഴിയുള്ള ട്രാവൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓൺലൈൻ ട്രാവൽ ഏജൻസീസ് എന്നുള്ളത്. ഓൺലൈൻ ട്രാവൽ ഏജൻസീസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എക്സ്പീഡിയ എന്താണ്? ഓൺലൈൻ ട്രാവൽ ഏജൻസിയാണ് എക്സ്പീഡിയ. ദെൻ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കുറേ പേരുകളുണ്ടാകും. ട്രിവാഗോ, കയാക്ക്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അഗോഡ, ട്രിപ്പ് അഡ്വൈസർ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി EVOM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആണ്. EVOM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷനാണ്. ഇലക്ട്രോണിക് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷനാണ് EVOM എന്ന് പറഞ്ഞാൽ. ഓൺലൈൻ ഒപ്പീനിയൻസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഓൺലൈനായിട്ടുള്ള ഒപ്പീനിയൻസ് റിവ്യൂസാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓൺലൈൻ ഒപ്പീനിയൻസ് ആൻഡ് റിവ്യൂസ് ആൻഡ് റെക്കമെൻഡേഷൻ. ഡിജിറ്റൽ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈനായിട്ടുള്ള ഒപ്പീനിയൻസ്, റിവ്യൂസ്, റെക്കമെൻഡേഷൻസ് ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അവർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഡിസിഷന് വേണ്ടി അവരെ സഹായിക്കുന്നു. അതാണ് ഇവോം എന്നുള്ളത്, ഇലക്ട്രോണിക്കലി വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഇവോം പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും വരുന്നുണ്ട്. FB വരും, അതുപോലെ തന്നെ ഇൻസ്റ്റ, ദെൻ ട്രിപ്പ് അഡ്വൈസർ, യെൽപ്പ്, വേർഡ് പ്രസ്, റെഡിഫൈ, ഇതെല്ലാം എന്താണ് ഇവോം കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവോം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ദെൻ നെക്സ്റ്റ് വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, വൈറൽ മാർക്കറ്റിംഗ് എന്ന റാപ്പിഡ് റീച്ചാണ് വൈറൽ മാർക്കറ്റിങ്ങിനകത്ത് ഉദ്ദേശിക്കുന്നത്. റാപ്പിഡ് സ്പ്രെഡ് ആൻഡ് റാപ്പിഡ് റീച്ചാണ് വൈറൽ മാർക്കറ്റിങ്ങിനകത്ത്. ഹൈ റീച്ച്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിനകത്തുള്ള ക്യാമ്പയിനുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകും. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, കണ്ടൻറ്റ് മാർക്കറ്റിംഗ്, വീഡിയോ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഏത് വഴി നമ്മുടെ കണ്ടൻറ്റ് വളരെ പെട്ടെന്ന് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതാണ് വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് വഴിയാണ്, ഡിജിറ്റൽ ചാനൽ വഴിയാണ്. ഇതുമെല്ലാം ഏകദേശം കോമൺ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതെല്ലാത്തിനും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറേ പോയിൻറ്റ്സിലാണ്. റാപ്പിഡ് റീച്ചിന് സഹായിക്കുന്നു, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക, ആൾക്കാരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതിൻ്റെ പല രീതികളാണെന്ന് പറഞ്ഞാൽ ഇതൊന്ന് സോഷ്യൽ മീഡിയ, ഇൻഫ്ലുവൻസർ, കണ്ടൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ലാസ്റ്റ് വൺ UGC അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എനി കണ്ടൻറ്റ്, ഇത് എന്ത് കണ്ടൻറ്റ് വേണമെങ്കിലും ആവാം. എനി കണ്ടൻറ്റ് ക്രിയേറ്റഡ് ആൻഡ് ഷെയർഡ് ബൈ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ, റാദർ ദാൻ ബ്രാൻഡ് ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഏത് രീതിയിലുള്ള കണ്ടൻറ്റും UGC അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റിനകത്ത് വരും. എന്തല്ല, ഏത് ഒഴികെയുള്ള ബ്രാൻഡ് റാദർ ദാൻ ബ്രാൻഡ്സ് ഏത് വഴിയാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിന് ഷെയർ ചെയ്യുന്നത്. അതാണ് UGC അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റ്. ഏത് തരത്തിലുള്ള കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് UGCനകത്ത് വരുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾസായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ചിലപ്പോൾ എന്താണ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വിഷ്വൽ കണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡിയോ കണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ കണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് കണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റുകൾ, ഇങ്ങനെയുള്ള കണ്ടൻ്റ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. UGC അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റിനകത്ത് വരുന്ന ഭാഗങ്ങളാണ്. ഇനി നമുക്കൊന്നും കൂടി പറയാം. അതായത് ബ്ലോഗുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോഗ് എന്നുള്ളത്. ആ ബ്ലോഗ് എന്നുള്ളത് ടൂറിസത്തെയും ഹോസ്പിറ്റാലിറ്റിനെയും ബ്ലോഗുകൾ ഏത് തരത്തിലാണ് അതിനെ സഹായിക്കുന്നത് എന്നുള്ള കുറച്ച് ജസ്റ്റ് പോയിൻ്റ് ജസ്റ്റ് നോക്കുന്ന നോട്ട് ചെയ്ത് നമുക്കത് അവസാനിപ്പിക്കാം. ബ്ലോഗുകൾ ടൂറിസത്തെ എങ്ങനെ സഹായിക്കുന്നു? അതായത് ബ്ലോഗ് വഴി നമ്മൾക്ക് എന്താണ് ഒരു ടൂറിസവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ബ്ലോഗുകൾ പ്രധാനമായിട്ടും ഈ തരത്തിലുള്ള ബ്ലോഗുകളൊക്കെ ഉണ്ടാവും. ഡിറ്റർമിനേഷൻ ബ്ലോഗ് ഉണ്ടാവും, ട്രാവൽ സ്റ്റൈലുള്ള ബ്ലോഗുകളുണ്ടാവും, ആക്ഷൻ ബേസ്ഡ് ആയിട്ട് ബ്ലോഗ് ഉണ്ടാവും, കൾച്ചർ റിലേറ്റഡ് ബ്ലോഗുകളുണ്ടാവും, ട്രാവൽ ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്ലോഗുകൾ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സഹായിക്കുന്നത് എന്താണ്, നമ്മുടെ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താണ് ട്രാവലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പല രീതിയിലുള്ള ട്രാവൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ ബ്ലോഗുകൾ സഹായിക്കുന്നു. നമ്മൾ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ള കൂടുതൽ ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഇൻഫോർമാറ്റിക്സ് ഫോർ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിനകത്തുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ക്ലാസ്സുകൾ മുഴുവൻ കാണുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇത് മാക്സിമം ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. മറ്റൊരു കോമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.